ഒരു ദിവസം ഒരു പത്രത്തിൽ കുട്ടപ്പായെ പോലെ ഒരു കുട്ടി ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൽ ഒരു ചങ്ങാടമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ആടിനെയൊക്കെ ഇങ്ങനെ ഒന്ന് കയറ്റിട്ടേ തുഴഞ്ഞു പോന്നു. ഓർക്കുന്നുണ്ടോ? കുട്ടപ്പായ അഭിനയിച്ചൊരു രംഗമല്ലേ ഇതിനകത്ത്? ചങ്ങാടത്തിൽ പട്ടിയും പിന്നെ താറാവിനും തെളിച്ച് പോകുന്നില്ലേ? അപ്പോൾ അങ്ങനെ താറാവിന് ഇത് വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ ചങ്ങാടത്തിൽ പോകുന്നൊരു കുട്ടിയുടെ ഒരു ഫോട്ടോ ഒരു പത്രത്തിൽ വന്നപ്പോഴേ അതൊരു കഥയാണല്ലോ എന്ന് മനസ്സിൽ തോന്നി. എന്നിട്ട് പണ്ടൊരു കഥയുണ്ടായിരുന്നു, വാങ്ക എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥ. കുട്ടപ്പായുടെ പ്രായമുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു, വാങ്ക ഒരു ഷൂ ഉണ്ടാക്കുന്ന സ്ഥലത്ത് മോസ്കോയിൽ, റഷ്യയിൽ, അവിടെ ഷൂ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ്. അവിടെ ആ കുട്ടി ക്രിസ്മസിന് അവന് വീട്ടിൽ പോകാൻ പറ്റാതെ, അവന് ആഹാരമില്ല, അവന് പുതപ്പില്ല, ഒരുപാട് ഉപദ്രവിക്കും അവൻ്റെ മുതലാളി. അങ്ങനെ ആ വിവരങ്ങൾ മുഴുവൻ അവനൊരു കത്തിലൂടെ എഴുതിയിട്ട് അവൻ്റെ മുത്തശ്ശന്, അല്ലെ നമ്മുടെ ഈ കഥാ സിനിമയിലെ വല്യപ്പച്ചായെ പോലൊരു അപ്പൂപ്പനുണ്ട്. അപ്പോൾ അപ്പൂപ്പനോട് എഴുതി അറിയിക്കുന്നതാണ് നമ്മുടെ സിനിമ. അപ്പോൾ അങ്ങനെ വാങ്ക നമ്മുടെ കുട്ടനാട്ടിൽ വരുമ്പോൾ കുട്ടപ്പായായി, അവിടുത്തെ അപ്പൂപ്പൻ ഇവിടെ വല്യപ്പച്ചായി. അങ്ങനെ ആൻ്റൺ ചെക്കോവ് എന്ന് പറഞ്ഞ വലിയ എഴുത്തുകാരൻ്റെ വാങ്ക എന്ന് പറഞ്ഞ കഥ അതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം കുട്ടപ്പായ്ക്ക് മനസ്സിലായല്ലേ ആരാണ് വാങ്ക, ആരാണ് കുട്ടപ്പായി എന്ന്? അന്ന് ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ, ഞാൻ ഒന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ഇതാ കുട്ടപ്പായി ഇങ്ങോട്ട് വരൂ, അങ്ങോട്ട് പോകുന്നല്ലേ പറഞ്ഞുള്ളൂ അല്ലേ? ഇപ്പം മനസ്സിലായില്ലേ? ഇനി ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയണം വാങ്ക കുട്ടപ്പായി ആയിട്ട് മാറിയതാണ്, ഞാൻ അഭിനയിച്ചത് വാങ്ക കഥാപാത്രമാണ് എന്ന് പറയണം കേട്ടോ. ഈ സ്ഥലം ഓർമ്മയുണ്ടോ? ഏതാന്ന്? ഈ മരം ഓർമ്മയുണ്ടോ? ഏതാണ്? എന്താണ്? ഇവിടെ ആരായിരുന്നു ഇതിലിങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്? ഔദാപ്പൂപ്പൻ. അപ്പോൾ ഔദാപ്പൂപ്പൻ ഇങ്ങനെ മീൻ പിടിക്കും അല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു നമ്മുടെ ഇതുണ്ടായിരുന്നു, ഒരു നമ്മൾ പാലമല്ല, ഒരു ഇങ്ങനെ ജെട്ടി പോലെ കമ്പൊക്കെ കുത്തി പലയൊക്കെ അടിച്ച് പഴയ ഒരു ജെട്ടി പോലെ അവിടെ ഇരുന്നിട്ട് അവിടെയാണ് ഔദാപ്പൂപ്പൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കില്ലേ എന്തെങ്കിലും കിട്ടിയോ? ഇല്ല, കിട്ടിക്കോളും എന്ന് പറയത്തില്ലേ ഔദാപ്പൂപ്പൻ? അത് തന്നെ. അതുപോലെ നിങ്ങളിങ്ങനെ വള്ളത്തിൽ തുഴഞ്ഞു പോകുമ്പോൾ ഔദാപ്പൂപ്പാ പോയിട്ട് വരാം എന്ന് പറയില്ലേ? പോയി പഠിച്ചു വാ എന്ന് പറഞ്ഞില്ലേ? അതൊക്കെ ഇവിടെ ആയിരുന്നു. വാസവൻ ചേട്ടാ സത്യം മാത്രമേ പറയാവുള്ളൂ. അതായത് വാസവൻ ചേട്ടൻ മീൻ പിടിക്കാൻ പോകുന്നു, വളരെ യാദൃശ്യമായിട്ട് ഞാൻ കണ്ടു, ചേട്ടനോട് സിനിമയിലേക്ക് അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നു, ചേട്ടനൊരു കഥാപാത്രം ചെയ്യുന്നു, വല്യപ്പച്ചായി എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്യുന്നു. പക്ഷേ ചേട്ടൻ്റെ ശരിക്കുള്ള മനസ്സിൽ ചേട്ടൻ അഭിനയിക്കുന്നതായിട്ട് തോന്നിയിരുന്നോ, അത് കഥാപാത്രമായി മാറിയത് തോന്നിയിരുന്നോ, അതോ പെട്ടെന്ന് ചേട്ടനിങ്ങനെ മീൻ പിടിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ചോദിച്ചിട്ട് കഥാപാത്രം ചെയ്യുന്നു? അപ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ എന്താ ശരിക്കും തോന്നിയത്? സത്യം പറയാവുള്ളത്. എനിക്ക് തോന്നിയത്, ഞാൻ സിനിമ കാണുന്നില്ല, കണ്ടിട്ടും അങ്ങനെ ഇല്ല. അപ്പം ഒരു ക്യാമറയുടെ മുമ്പിൽ നമ്മൾ ചെയ്യുന്നത് ഭംഗിയായി വരണം. അപ്പോൾ അത് ഒരു പേടിയുണ്ടായിരുന്നു, പറ്റുമോ പറ്റുകയില്ലോ. പിന്നെ ധൈര്യം നമ്മുടെ മനസ്സിൽ പറയുന്നതൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തു. അല്ല, പണ്ട് ചേട്ടന് ആനയും കൊണ്ടൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ. ചേട്ടൻ ആനക്കാരനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്, മീൻ കായലിൻ്റെ വലിയ കാറ്റും കോളുള്ള സമയത്ത് കായലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ അതുമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ അത്രയും ഭയം തോന്നിയിരുന്നോ? ഇല്ല, അത്രയും ഭയം തോന്നിയില്ല. ഇതെന്താ ചേട്ടന് ശരിക്കും എന്തായാലും ചേട്ടൻ്റെ ആ സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ പണി ഭംഗിയായിരിക്കണം. അതിനുവേണ്ടിയേ നമ്മൾ കഴിവുണ്ട്. നമ്മുടെ കഴിവ് എന്താണോ ചെയ്യേണ്ടതും അത് നോക്കേണ്ടതും നമ്മുടെ കഴിവാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് തൊഴിലായാലും നമ്മളത് ഭംഗിയായിട്ട് പോകണം. അപ്പോൾ തിരുമായി വന്ന് വിളിച്ചപ്പം പോയിട്ടില്ലാത്ത കാരണം മനസ്സുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ക്യാമറയിൽ കാണുകയും കൂടിയല്ലേ. അപ്പം തെറ്റായി പോയെങ്കിൽ അതവിടെ കാണുകയില്ലേ, അത് ശരിയാകുമല്ലോ എന്നൊരു പേടിയായിരുന്നു മനസ്സിൽ. ദൈവാധീനം കൊണ്ട് നമുക്ക് ഒന്നിലും ഒരു കുറവ് വരാതെ എല്ലാ രീതിയിലും എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഒരു തെറ്റ് 2-3 പ്രാവശ്യങ്ങൾ പറയേണ്ടി വന്ന് കാണും, എനിക്കറിയാൻ മേലാത്തതുകൊണ്ട്, നമ്മൾ പോയിട്ടും ഇല്ലാത്തതുകൊണ്ട്. അതിലൊക്കെ ഇനിയും സിനിമയിൽ ചേട്ടന് കഥാപാത്രങ്ങൾ കിട്ടിയ ചേട്ടൻ അഭിനയിക്കുമോ? സത്യം പറയുമ്പോൾ സത്യമായിരിക്കണം. എനിക്ക് പറ്റുന്നത് ഏത് രീതിയിലാണെങ്കിൽ ചെയ്തിരിക്കും. അതാണ് ഏത് പടായാലും കൊള്ളാം. ഓരോരുത്തരൊന്ന് ചോദിച്ച് ആനയെ പിടിച്ചാൽ എഴുന്നള്ളിക്കാവോ, ആനക്കാരനായിട്ട് പോകാമോ എന്നൊക്കെ ചോദിച്ചു. ഈ സിനിമയ്ക്ക് ശേഷം ഇത് കഴിഞ്ഞ് സിനിമയിലോ? ആ സിനിമ കഴിഞ്ഞ് ഇത് നമ്മുടെ അവാർഡ് ആദ്യത്തേത് കഴിഞ്ഞു.
അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ആനയായിട്ട് പോകുന്നതിൽ ഒരു പേടിയില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അവർ മീശ കണ്ടിട്ടാണ് അതറിയാൻ വേണ്ടി ഞാൻ മീശയിൽ ഏത് വിലയുണ്ടെന്ന് പറയാൻ ഞാനതിന് വില കൽപ്പിക്കുന്നില്ല. മീശ എടുക്കാൻ പറഞ്ഞാൽ എടുക്കുമോ? മീശ എടുക്കാൻ പറഞ്ഞാൽ ഈ അങ്ങനത്തെ ഒരു ഭാഗമാണെങ്കിൽ മാത്രം എടുക്കാൻ പറ്റുന്നതല്ലാതെ അത് ഞാൻ ആലോചിക്കുന്നേ ഇല്ല. കാരണം ഒരു സ്ഥലത്തും എൻ്റെ മീശ താത്തു വെച്ച് പോകാനുള്ള ഇടം എനിക്ക് വന്നിട്ടുമില്ല. അല്ല, താത്തു വെക്കുന്ന ഒരു കഥാപാത്രമാണെങ്കിൽ നോച്ചോളൂ. താത്തു വെക്കുന്നതാണെങ്കിൽ അങ്ങനത്തെ ഒരു ഭാഗത്താണ് വരുന്നെങ്കിൽ രക്ഷയില്ലെന്ന് തോന്നിയാൽ രക്ഷയില്ലെന്ന് തോന്നിയാലോ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളത് വേണ്ടെന്ന് വെക്കുക എന്ന് മാത്രമല്ലാതെ ഒരു യാതൊരു ഇതുമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്ന് ചോദിക്കും മീശ കൊണ്ട് അരി മേടിക്കാൻ പറ്റുമോ? ഇല്ല, അതിലൊന്നും കാര്യമില്ല എന്ന് പറയാൻ പറ്റില്ല. മീശ കൊണ്ടാണല്ലോ ഇല്ല. അത് വേറെ താൻ നമ്മളെ കാണുമ്പോൾ പലർക്കും മീശ കാണുന്നത് വിഷമം കാണുന്നവരുണ്ട്, നല്ലത് കാണുന്നവരുണ്ട്. ഇപ്പോൾ മീശ പലരെയും നമ്മൾ കാണുന്നു, കുമരകത്ത് മീൻ പിടിക്കുന്ന പലരെയും കണ്ടു. പക്ഷേ ചേട്ടൻ ആ മീശയും വള്ളം തുഴഞ്ഞ് വരുന്നത് കാണുമ്പോഴാണല്ലോ നമുക്ക് ആദ്യം ഒരു അട്രാക്ഷൻ തോന്നുന്നത്. അപ്പോൾ മീശയ്ക്ക് വലിയൊരു പ്രാധാന്യം ഉണ്ട്. ആയിക്കോട്ടെ, അതുപോലെ ആനയുടെ കൂടെ നടക്കുമ്പോഴും മീശ ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്ന ആ മീശ നിസാരമായിട്ട് നമ്മളങ്ങോട്ട് കളയാനുള്ളൂ അല്ല. ഒരാൾ പറയാ അന്ന് ആദ്യം കാണുമ്പോൾ ചോദിച്ചു ചേട്ടാ മീശ എടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ ചാകണം എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് ചേട്ടൻ മീശയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ? അത് ഉണ്ട്. ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് എന്നാ മീശ വെച്ചെന്ന്. ഞാനുണ്ടായതറിയാമെങ്കിൽ എല്ലാം മീശ വെച്ചതെന്നാണ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സ്ഥലത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടുത്തെ വള്ളംകളി, ചതയം വള്ളംകളി, പിന്നെ അമ്പലത്തിലെ ഉത്സവങ്ങൾ എല്ലാം ചേട്ടനെ ഇല്ലാതൊന്നുമില്ല. എല്ലാവരും മുഖ്യാതിഥിയായിട്ട് ചേട്ടനെ വിളിക്കുന്നത്. അപ്പോൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഒരു കായലിൽ അന്നെന്തോ ഒരു അസുഖം തോന്നിയപ്പം കുറച്ച് നേരത്തെ പോകുന്ന കായലിൽ നിന്ന് അവിടെ വെച്ച് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സംവിധായകൻ കണ്ടിട്ട് സിനിമയിലേക്ക് വിളിക്കുന്നു. ജീവിതത്തിൽ അതുവരെ ഇല്ലാത്ത ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ ആൾക്കാരുടെ സമീപനം, ബന്ധുക്കളുടെ സമീപനം, ഇതൊക്കെ എങ്ങനെയാണ് ഒരു ചേട്ടൻ എന്താ തോന്നിയത്? ആൾക്കാരൊക്കെ നല്ല രീതിയിലാണ് കാണുന്നത്. അവർ അതുവരെയുള്ളൊരു ജീവിതവും അതിനുശേഷം നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ വാസവനല്ലേ പോണത്, അത്രയേ ഉള്ളൊരു കേസേ ഉള്ളൂ. ഇന്ന് വാസവൻ എന്ന് പറയുമ്പം കുമരത്തിനാളെന്ന് പറയുമ്പോൾ എല്ലാവരും പ്രത്യേകമായിട്ട് കണ്ടിരിക്കും. അപ്പോൾ അഭിനയിച്ച വാസവൻ അല്ലേ ആ സിനിമയിൽ അഭിനയിച്ച ഈ അവാർഡുകൾ മുഴുവൻ നേടിയ പുള്ളിയാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഇനിയും മീൻ പിടിക്കാൻ പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇപ്പോഴത്തെ ആ മേടിച്ചിട്ടിരിക്കുന്ന വള്ളവും കൂലിക്കാം കായലിൽ പോകാനാണ്. കാരണം മീൻപിടുത്തം എന്നല്ല, പണിയെന്ന് പറയുന്ന ഒരു കുഴപ്പമില്ല. നമ്മുടെ ശരീരം ഒന്നുകൂടെ നന്നായിരിക്കും.